നമ്മൾ വരവേൽക്കുകയാണ്. ഈ അവസരത്തിൽ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ. നമ്മുടെ നെയ്യാറ്റിൻകരയുടെ അഭിമാനമായ നിംസ് മെഡിസിറ്റിയുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്ന വിദ്യാർത്ഥി എന്ന നിലയിലും അതിൽ അഭിമാനിക്കുന്ന നെയ്യാറ്റിൻകരക്കാരൻ എന്ന നിലയിലും നിംസ് മെഡിസിറ്റിയിൽ പ്രാവർത്തികമാക്കാൻ കഴിയുന്ന ഒരു ചെറിയ ആശയം, ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ എൻ്റെ മനസ്സിൽ വെച്ച ഒരു ചെറിയ ആശയം ബഹുമാനപ്പെട്ട മാനേജിംഗ് ഡയറക്ടർ ഫൈസൽ സാറിന് ഞാൻ സ്നേഹബഹുമാനത്തോടെ ഈ അവസരത്തിൽ സമർപ്പിക്കുകയാണ്. താങ്ക് യു. ഈ ആദർശ് ഇപ്പം ഇത്ര വലിയ കാര്യം പറഞ്ഞ ആദർശ് ആരാണെന്നൂടെ പറയണ്ടേ? നെയ്യാറ്റിൻകര നമ്മുടെ നാട്ടിൽ ജനിച്ച, നമുക്കറിയാലോ പുതുതലമുറയെ പറ്റി എപ്പോഴും ഭിന്നാഭിപ്രായങ്ങൾ പറയുന്നൊരു സദസ്സാണല്ലോ എപ്പോഴും. പക്ഷേ ഈ ഒരു അങ്ങനെയല്ല, ഈ ഓരോ പുതുതലമുറയും നമ്മളെ ഓരോ പാഠപുസ്തകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു മണി ബോക്സ് വാങ്ങിച്ചു കൊടുത്തു നമുക്കെല്ലാം, ഈ ചില്ലറ പൈസ സൂക്ഷിച്ചു വയ്ക്കാനായിട്ട്. ഇദ്ദേഹം ഈ ചില്ലറ പൈസ ആ മണി ബോക്സിൽ നിക്ഷേപിക്കുകയും ആ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഈ സ്കൂളുകൾ നടപ്പിലാക്കി, കൂട്ടുകാരിൽ നടപ്പിലാക്കി, ഡിവിഷനിൽ നടപ്പിലാക്കി, സ്കൂളിൽ നടപ്പിലാക്കി, പല സ്കൂളുകളിൽ നടപ്പിലാക്കി. അങ്ങനെ 2,81,00,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ കൊടുത്ത വ്യക്തിത്വമാണ് നിൽക്കുന്നത്. നാളത്തെ നെയ്യാറ്റിൻകരയുടെ ഭാവി വാഗ്ദാനമാണ്. പല പല മിറാക്കിൾസും ഈ ചെറുപ്പക്കാരൻ വഴി അവിടെ സംഭവിക്കുന്നതാണ്. അദ്ദേഹമാണ് നമുക്ക് ഒരു ആശയം കൊണ്ടുവന്നിട്ടുള്ളത്. നിംസിൻ്റെ ഈ പറയുന്ന മെഡിക്കൽ ക്യാമ്പ്സുകൾ തന്നെ ഓരോ മാസവും ഓരോ പ്രദേശത്ത് ഓരോ കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള, അല്ലേ, ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് അനുസരിച്ചിട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകൾക്കുണ്ട്. അതായത് ഒരിടത്ത് കിഡ്നി ഡിസീസ് ആണെങ്കിൽ അടുത്ത മാസം ഹാർട്ട് ഡിസീസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അങ്ങനെ മാറിയും തിരിഞ്ഞും ഈ പറയുന്ന മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുമ്പോഴേക്കും വ്യത്യസ്തമായ രീതിയിലുള്ള രോഗികളെ നേരത്തെ കണ്ടെത്തുവാനും അത് ചികിത്സിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും 2024 മെഡിക്കൽ ക്യാമ്പുകൾ ഓരോന്ന് ഫോക്കസ്ഡ് ആയിട്ട് പോകുമെന്ന് നമ്മൾ വാക്ക് വരുന്നു. അടുത്തതായി നന്ദി പ്രസംഗത്തിന് വേണ്ടി നിംസ് കോളേജ് ഓഫ് നഴ്സിംഗ് പ്രിൻസിപ്പൽ ജോസ്വിൻ വിനീത മാമിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു.